നേതാക്കന്മാരെ സംരക്ഷിക്കേണ്ടത് അവർ ചുമതലയാണ്. ഡീനിനെ പ്രതി ചേർത്തേ പറ്റുള്ളൂ. ഡീനും അവിടുത്തെ വാർഡനും കൂടെ ഇപ്പം സംഭവിച്ചിട്ട് ഏകദേശം 10-12 ദിവസമായി. ഇപ്പോഴും പ്രധാനപ്പെട്ട എല്ലാവരും ഒളിവിൽ കിടക്കുക. മന്ത്രിമാരുടെ ഉറപ്പുകളിൽ യാതൊരു വിശ്വാസവുമില്ല. കർശന നടപടി ഉണ്ടാകുമെന്ന് പറയുന്നവർ തന്നെ SFIക്കാരെ സംരക്ഷിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ വീട്ടുപടിക്കൽ സമരം കിടക്കും. പൂക്കോട് വെറ്റിനറി മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിനു പിന്നാലെ ഇടത് ഭരണകൂടത്തിനെതിരെ സിദ്ധാർത്ഥിന്റെ അച്ഛൻ കണ്ണീരടക്കിക്കൊണ്ട് ആഞ്ഞടിച്ച വാക്കുകളാണിത്. ഈ വാക്കുകൾ ചെന്നു പതിക്കുന്നത് ഇപ്പോഴത്തെ ഭരണകൂടത്തിന്റെ ചെകിട്ടത്തു മാത്രമല്ല, 1976 കറുത്തിരുണ്ട ഒരു ചരിത്രത്തിലേക്ക് കൂടിയാണ്. ഓർമ്മയുണ്ടോ 976? ആ വർഷത്തിലാണ് ഇച്ചരവാര്യരുടെ മകൻ രാജൻ കൊല്ലപ്പെടുന്നത്. കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ അവസാന വർഷ വിദ്യാർത്ഥിയായിരുന്ന രാജനെ സബ് ഇൻസ്പെക്ടർ പുലിക്കോടൻ നാരായണന്റെയും DIG ജയറാം പടിക്കലിന്റെയും നേതൃത്വത്തിൽ ക്രൂരമായി അടിച്ചും തൊഴിച്ചും ഉരുട്ടിയും കൊന്നതാണ്. K. കരുണാകരൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത അതേ ദിവസമാണ് തൻ്റെ മകനെ കാണാനില്ലെന്ന് കാട്ടി ഇച്ചരവാര്യർ ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്യുന്നത്. K. കരുണാകരൻ ആഭ്യന്തരമന്ത്രിയും C. അച്യുതമേനോൻ മുഖ്യമന്ത്രിയുമായിരിക്കെയാണ് അടിയന്തരാവസ്ഥ കാലത്ത് രാജനെ പോലീസ് പിടിച്ചുകൊണ്ടുപോകുന്നത്. പിന്നീട് അവനെ ആരും കണ്ടിട്ടില്ല. മാർച്ച് 29 കേരള അസംബ്ലിയിൽ രാജന്റെ തിരോധാനം ചർച്ചയ്ക്ക് വന്നു. മുഖ്യമന്ത്രി K. കരുണാകരൻ രാജനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല. സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശ് ഇന്നു പറഞ്ഞ വാക്കുകൾ ചെവിയിൽ വന്ന് പതിക്കുമ്പോൾ ഓർമ്മ വരുന്നത് നിസ്സഹായനായ രാജന്റെ അച്ഛൻ ഈച്ചരവാര്യർ പറഞ്ഞ അതേ വാക്കുകളാണ്. എൻ്റെ മകനെ ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നെനിക്കറിയാം. എന്നാൽ മറ്റൊരു പിതാവിനും ഈ ഗതി ഉണ്ടാവരുത്. ഈ അച്ഛനോട് ദയ തോന്നണം. ഇതായിരുന്നു ഈച്ചരവാര്യരുടെ വാക്കുകൾ. K. കരുണാകരനും പോലീസിനും എതിരായാണ് ആ അച്ഛൻ കോടതിയിൽ പോയത്. നക്സലുകളെ പിടിക്കാനായി പ്രവർത്തിച്ച കക്കയം പോലീസ് ക്യാമ്പിൽ വെച്ച് രാജൻ കൊല്ലപ്പെട്ടുവെന്ന് പോലീസ് പിന്നീട് സമ്മതിക്കുകയും ചെയ്തു. ഇന്ന് സിദ്ധാർത്ഥിന്റെ അച്ഛൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: കുറ്റക്കാരായ SFI നേതാക്കളെ സംരക്ഷിക്കുന്നത് നേതാക്കന്മാർ തന്നെയാണ്. അല്ലെങ്കിൽ ഇതിനു മുമ്പേ കുറ്റക്കാർ പിടിയിലാകുമായിരുന്നു. പാർട്ടി സംരക്ഷണം നൽകുമ്പോൾ പോലീസിന് ഏതറ്റം വരെ പോകുവാൻ സാധിക്കുമെന്ന് തനിക്കറിയില്ല. അതെ, ചരിത്രം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. എനിക്ക് തൃപ്തിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ അടുത്ത സ്റ്റേജിലോട്ട് പോകും. ഒരാഴ്ചക്കകത്ത് ഞാൻ എൻ്റെ മകനെയും, ഇനിയൊരു മകനുണ്ട്, മകനെയും വൈഫിനെയും കൊണ്ട് ചെന്നിട്ട് അവരെ വീട്ടിൽ പഠിക്കൽ ഞാനും കിടക്കും.